വഖഫ് കേസിൽ സുപ്രധാന നിരീക്ഷണങ്ങളുമായി സുപ്രീം കോടതി വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത്. കളക്ടർമാർക്ക് നടപടിക്രമങ്ങൾ തുടരാം, എന്നാൽ വ്യവസ്ഥ പ്രാബല്യത്തിലാവില്ല. ബോർഡിലും കൗൺസിലിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി ആരെയും നിയമിക്കാം. മറ്റംഗങ്ങൾ മുസ്ലിങ്ങൾ മാത്രമായിരിക്കണം. ഹർജിയിൽ നാളെയും വാദം തുടരും. വിശദാംശങ്ങളുമായി അഖിലയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. അഖില, എന്തൊക്കെ പ്രത്യേക സുപ്രധാന നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്? കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് കപിൽ സിബൽ കോടതിയിൽ വാദിച്ചത്? ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 70 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ഒപ്പം PV സഞ്ജയ് കുമാർ, KV വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസുകൾ പരിഗണിച്ചത്. പ്രധാനമായ ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായി എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക കാര്യം. വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്രത്തിന് നിർണായക നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി ഇന്ന് നൽകിയത്. കോടതികൾ വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ വഖഫ് മുഖേനയുള്ളതോ അല്ലെങ്കിൽ ആധാരമുള്ളയോ ആകട്ടെ, പക്ഷേ ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ വഖഫ് സ്വത്തുക്കൾ അത് വഖഫ് സ്വത്ത് അല്ലാതാക്കരുത് എന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. കോടതി വഖഫായി പ്രഖ്യാപിച്ച സ്വത്ത് വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കാനാകില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പ്രധാനമായും നിരീക്ഷിച്ച കാര്യങ്ങൾ. സ്വത്തുക്കളിൽ നിലവിലെ സ്ഥിതി തുടരണം എന്നുള്ള ആവശ്യമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം വഖഫ് ബോർഡുകളിലെയും സെൻട്രൽ വഖഫ് കൗൺസിലിലെയും എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ മറ്റെല്ലാവരും മുസ്ലിങ്ങൾ തന്നെയായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. വഖഫ് സ്വത്തുക്കൾ സർക്കാർ ഭൂമിയാണോ എന്ന് കളക്ടർ അന്വേഷണം നടത്തുന്ന കാലയളവിൽ അത് വഖഫായി കണക്കാക്കാനാകില്ലെന്ന നിയമത്തിലെ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുത്താനാകില്ല എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി പരാമർശിച്ചിട്ടുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട് ഹർജികൾ മുസ്ലിം ലീഗ്, ഒപ്പം CPI, DMK, വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം, ഒപ്പം മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കമുള്ളവരാണ് ഹർജികൾ നൽകിയിട്ടുള്ളത്. ഈ നിയമ ഭേദഗതി റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് ഈ ഹർജികളിലെല്ലാം ഉള്ളത്. പക്ഷേ അക്കാര്യത്തിൽ സുപ്രീം കോടതി ഇനിയും ചില വാദങ്ങൾ കേൾക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാളെയും വാദം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കുക എന്നത് മാത്രമേ പാർലമെന്റിന് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട്. വഖഫ് നിയമത്തിലെ ഒരു വ്യവസ്ഥ അധികാരപരിധി കടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സുപ്രീം കോടതി നാളെയും വാദം തുടരാമെന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. വഖഫാണ് എന്ന് ഒരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ നിയമ ഭേദഗതി നിയമത്തിന് ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം അത് വഖഫ് ഭൂമിയാണോ അതോ വഖഫ് ഭൂമി അല്ലാതാകുമോ എന്നുള്ള ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഭൂമി സംബന്ധിച്ച തർക്കമുണ്ടെങ്കിൽ അതിൽ ആരാണ് തീരുമാനം എടുക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി ചീഫ് ജസ്റ്റിസ് ചോദിച്ചിട്ടുണ്ട്. തർക്കമുള്ള ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് കളക്ടറുടെ തീരുമാനം വരുന്നത് വരെ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്നുള്ള ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒരു കാലയളവിൽ വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്നും സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ചോദ്യങ്ങൾ സുപ്രീം കോടതി ഉന്നയിച്ചു. നേരത്തെ തന്നെ ഈ മതപരമായ കാര്യങ്ങളിലെ കടന്നുകയറ്റമാണ് ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കപിൽ സിബൽ, മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചിരുന്നു. ഒപ്പം ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ സർക്കാരിന് എന്ത് അധികാരമാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി കപിൽ സിബൽ ഉന്നയിച്ചിരുന്നു. പാർലമെന്ററി നിയമത്തിലൂടെ മതാചാരത്തിൽ ഇടപെട്ടു എന്നുള്ള കാര്യം കപിൽ സിബൽ സൂചിപ്പിച്ചിരുന്നു. മതപരമായ ആചാരങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ അനുച്ഛേദം 26 ലംഘനമാണ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് എന്നുള്ള കാര്യവും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സുപ്രീം കോടതി നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചതൊപ്പം വഖഫിന്റെ ഭരണപരമായ കാര്യങ്ങൾ ആചാരവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരാവുകയും എല്ലാം വിശദമായി പഠിച്ച ശേഷമാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്നുള്ള കാര്യം അദ്ദേഹം കോടതിയെ അറിയിച്ചു. അതേസമയം നല്ല വശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഉണ്ടെങ്കിൽ കൂടി ചില ആശങ്കകൾ ഉണ്ട് എന്നുള്ള കാര്യം സുപ്രീം കോടതി പരാമർശിച്ചിട്ടുണ്ട്. കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭേദഗതി ആയി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 70 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളാണ് നേരത്തെ നടന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെയും വാദം തുടരും. അതിനുശേഷമായിരിക്കും ഈ നിയമ ഭേദഗതി റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് ഈ ഹർജികളിൽ ഒരു തീരുമാനം സുപ്രീം കോടതി എടുക്കുക. ശരി, അഖിലയാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദമായ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നു. വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് പ്രതിഷേധം.